ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ കോവയ്ക്ക തണ്ട് വെച്ച് പിടിപ്പിക്കുന്നതാണോ വിത്ത് പാവി മുളപ്പിക്കുന്നതാണോ നല്ലത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. കോവയ്ക്കയുടെ ഇന്നത്തെ വിലയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കോവയ്ക്ക കിലോന് 60, 70, 80 രൂപ വരെ ചില സമയങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും രൂപ കൊടുത്ത് നമ്മൾ കോവയ്ക്ക പുറത്തുനിന്ന് വാങ്ങുന്നതിന് നല്ലതായിരിക്കും ഈ കോവയ്ക്കയുടെ തണ്ട് എവിടുന്നെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് വെച്ച് പിടിപ്പിക്കുന്നത്. കോവയ്ക്കയെക്കുറിച്ച് ഇതിന് മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് എനിക്ക് ഒരു 3 കൊമ്പ് പുറത്തുനിന്ന് കിട്ടിയപ്പോൾ അത് ഞാൻ കുഴിച്ചിട്ട് അത് നല്ല രീതിയിൽ പൊടിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ അന്ന് ചെയ്തിരുന്നത്. ഒരു 6 മാസം മുന്നേ കുഴിച്ചിട്ട തണ്ട് ഇന്നത് വലുതായി വളർന്ന് പന്തലിച്ച് നിറയെ കായുണ്ടായി. ഈ 6 മാസത്തിനുള്ളിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു 40 ഗ്രാം കോവയ്ക്ക ഇതുവരെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇതുമെന്ന് നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ ഒരു കൊച്ചടുക്കളത്തോട്ടമാണ്. ഇതിന് മേലെയാണ് ഞാൻ പന്തൽ കെട്ടി കോവയ്ക്ക പടർത്തിയിട്ടുള്ളത്. ഇതേ രീതിയിൽ താഴ്ത്തി പന്തലിട്ട് കൊടുത്താൽ കോവയ്ക്ക് നമുക്ക് കയ്യെത്തിച്ച് പൊട്ടിച്ചെടുക്കാം. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ വള്ളി മുകളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. അടുത്ത വല്ല മരങ്ങൾ നിൽക്കണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കണം. മേലേക്ക് പോയാൽ പിന്നെ നമുക്ക് ഈ കായൊക്കെ പൊട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഞാൻ വെച്ച് പിടിപ്പിച്ച ഈ കോവയ്ക്കയുടെ തണ്ട് വളരെ നല്ല തണ്ടായിരുന്നു. കാരണം ഇവിടെ വെച്ച് പിടിപ്പിച്ച ഈ കോവയ്ക്കയുടെ കായ കറി വെച്ച് കഴിച്ചപ്പോഴും തോര വെച്ച് കഴിച്ചപ്പോഴും നല്ല സ്വാദായിരുന്നു. കനപ്പൊന്നും അങ്ങനെ അനുഭവപ്പെട്ടില്ല. നല്ല സ്വാദുണ്ടായിരുന്നു. ഈ കോവയ്ക്കയുടെ വിത്ത് മുളപ്പിച്ചെടുത്താൽ അതിൽ ഉണ്ടാവുന്ന കായ ചെറുതായി കനപ്പ് കാണും. പലരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കോവയ്ക്കയുടെ വിത്ത് പാവിയിട്ട് നമ്മൾ അതിലുണ്ടാവുന്ന കായ കറിച്ച് കഴിക്കുമ്പോൾ ചെറിയതായിട്ടൊരു കനപ്പ് ഉണ്ടെന്നാണ് പലരും പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് എല്ലാവരും കോവയ്ക്കയുടെ നല്ല തണ്ട് നോക്കി തന്നെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ കോവയ്ക്ക കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ കോവയ്ക്ക പച്ച കഴിക്കുന്നതും കറി വെച്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇതിൻ്റെ ചള്ള് കോവയ്ക്ക നോക്കി പൊട്ടിച്ച് കഴിക്കുക. ഷുഗറിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കോവയ്ക്ക. ഷുഗർ, കൊളസ്ട്രോള് എന്നീ രോഗങ്ങൾക്കൊക്കെ ഈ കോവയ്ക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇതിൻ്റെ ഈ കോവയ്ക്കയുടെ ഇല കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ? എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ്! പരിപ്പിലിട്ട് വയ്ക്കണം. ഇതിൻ്റെ ഇല ചെറുതായി നുറുക്കി പരിപ്പിലിട്ട് വെച്ചിട്ട് ഒന്ന് നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്. എന്താ അതിൻ്റെ ഒരു സ്വാദ്! ഇതിൻ്റെ ഇല കഴിക്കുന്നത് കൊണ്ട് വയറിന് നല്ല സുഖമായിരിക്കും. കാരണം ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ ഇല കറി വെച്ച് കഴിക്കുന്നത്. ഇതിൻ്റെ ഇല നമ്മൾ കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ മൂത്ത് കുരുടിച്ച ഇല ഒരിക്കലും പൊട്ടിക്കരുത്. ചള്ള ഇല നോക്കി വേണം പൊട്ടിച്ചെടുക്കാൻ. കുറച്ച് മൂത്ത ഇല പൊട്ടിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഈ മൂത്ത് കുരുടിച്ച ഇല കറി വെച്ച് കഴിച്ചാൽ അതിന് യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല കറിക്ക്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കോവയ്ക്ക വെച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ല രീതിയിൽ കയറ് കെട്ടി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പടർത്താൻ ശ്രമിക്കുക. ഈ പന്തലിൽ കോവയ്ക്കയുടെ വള്ളി പടർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പൂവിടാൻ തുടങ്ങും. അതിനുശേഷം കായകളൊക്കെ പെട്ടെന്ന് തന്നെ വലുതാവുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ കായകളൊക്കെ ദിവസവും പൊട്ടിച്ചെടുക്കാം. ഒരുവിധം കോവയ്ക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കറിക്കായിട്ടും തോരനായിട്ടും മറ്റുള്ള കറികൾക്കായിട്ടും നമ്മൾ ദിവസവും പൊട്ടിച്ചെടുക്കും. അതിനുശേഷം ഈ പന്തലിൽ ഇല ധാരാളം ഉണ്ടാവും. കോവയ്ക്കയുടെ ഇല തിങ്ങി നിറഞ്ഞിട്ടായിരിക്കും ഇല നിൽക്കുന്നത്.
അതിൻ്റെ ഇതിൽ നിന്ന് മൂത്ത് മുരടിച്ച ഇല നമ്മൾ നുള്ളി കളയണം. ഇതിൻ്റെ മൂത്ത് മുരടിച്ച ഇല നുള്ളി കളയാൻ പറഞ്ഞ കാരണം ഈ മൂത്ത് മുരടിച്ച ഇലയുടെ താഴെയായിട്ട് നിറയെ പ്രാണികൾ വരാൻ സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ. പിന്നെ അതുമാത്രമല്ല, ഈ കോവയ്ക്ക ഈ ഇലയുടെ ഇടയിലൊക്കെ നിൽക്കുന്നുണ്ടാവും, അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഇല നുള്ളി കളയുന്നത് കൊണ്ട് നമുക്ക് ആ കോവയ്ക്ക നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ വള്ളികൾക്ക് പടർന്നു കയറാനും സാധിക്കും ഇതുകൊണ്ട്. അതുമാത്രമല്ല, പിന്നെ ഈ പന്തലിനുള്ള ഭാരം ഒന്ന് കുറഞ്ഞു കിട്ടും. ഈ ധാരാളം ഇലയുള്ളത് കൊണ്ട് വെയിറ്റ് കൂടും ഈ പന്തലിന്. ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഈ കോവയ്ക്ക് തണ്ട് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ദിവസവും 2 നേരം നനച്ചു കൊടുക്കാൻ ശ്രമിക്കുക. എത്തിയില്ലെങ്കിൽ 1 നേരമെങ്കിലും നനച്ചു കൊടുക്കണം. ഇനി ഇതിന് വളമായിട്ട് നിങ്ങൾ വീട്ടിലുള്ള കഞ്ഞിവെള്ളം, തലേദിവസത്തെ കഞ്ഞിവെള്ളം പിറ്റേ ദിവസം ഇതിന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ചിലവ് കുറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ പുറത്തുനിന്ന് വളം വാങ്ങിച്ച് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പൈസ മുടക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഈ തലേദിവസത്തെ കഞ്ഞിവെള്ളം പിറ്റേ ദിവസം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പച്ചില വളം ഉണ്ടാക്കി ഇതിന് ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പഴയ ബക്കറ്റ് ഉണ്ടായാൽ ഈ പരിസരത്തുള്ള ഇലകളൊക്കെ പൊട്ടിച്ചതിലിടുക, പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ ചാണകത്തിൻ്റെ ഉണങ്ങിയ ഒരു 2 പീസ് അതിലിടാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നന്നായി. എന്നിട്ട് അതൊന്ന് അടച്ചു വയ്ക്കുക, വെയിലില്ലാത്ത സ്ഥലത്ത് നോക്കിയിട്ട് അടച്ചു വയ്ക്കുക. അത് ഒരു 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തുറന്ന് ഒന്ന് ഒരു കോലുകൊണ്ട് എന്തെങ്കിലും പതുക്കെ ഒന്ന് കുത്തി കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് വീണ്ടും ഒരു ദിവസം കൂടി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ തെളി നോക്കിയെടുക്കാം. 1 കപ്പ് തെളി എടുത്തു കഴിഞ്ഞാൽ 1/2 ബക്കറ്റ് വെള്ളത്തിൽ വേണം ഈ 1 കപ്പ് തെളി ഒഴിച്ച് മിക്സാക്കാൻ. എന്നിട്ട് വേണം നമുക്ക് ഈ പച്ചക്കറിക്കും ഈ കോവയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ. നല്ല രീതിയിൽ കോവയ്ക്ക ഉണ്ടാവും. പിന്നെ മറ്റുള്ള പച്ചക്കറിക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്.